പറയുന്നത് ഈ അഴിമതികളെല്ലാം ആക്ഷേപമായി വന്നുകൊണ്ടിരുന്നത് ഇതുപോലെ തന്നെയാണ് അപ്പുറത്തും. അല്ലല്ല, അങ്ങനെയല്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അവസാനം ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു വി ഡി സതീശൻ. എന്നോടാണ് ചർച്ചയിൽ പറഞ്ഞത്, ഞാനിത് കൊള്ളയല്ലേ എന്ന് ചോദിച്ചപ്പോൾ കാട്ടുകൊള്ളയാണ് എന്നാണ് അദ്ദേഹം എന്നോട് തിരിച്ചിങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുള്ളത്. അവസാനത്തെ ക്യാബിനറ്റ് തീരുമാനങ്ങളൊക്കെ കാട്ടുകൊള്ളയാണ്. അത് കടുംവെട്ട് തീരുമാനങ്ങൾ സുധീരനും പറഞ്ഞു. നിൽക്കൂ. ഇനി ആ കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സോളാറിൻ്റെ കാര്യത്തിലും ബാറിൻ്റെ കാര്യത്തിനകത്തും അവസാനത്തെ ക്യാബിനറ്റ് യോഗം എടുത്ത കാര്യങ്ങളിലും ഒക്കെ തന്നെയും ചർച്ച ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഒന്ന്, ഈ സർക്കാരിനെതിരെ ഒരാക്ഷേപവും നിങ്ങൾക്ക് ഉന്നയിക്കാനില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഒരു സംഭവം ഉണ്ടാക്കുന്നു, ആ സംഭവങ്ങളുടെ തുടർച്ചയായിട്ട് പിന്നീട് ഫുട്ടേജുകൾ ഉണ്ടാക്കും. അരുൺ ഉപയോഗിച്ച ഒരു പ്രയോഗമുണ്ട്, അതായത് ക്യാമറ ട്രാപ്പിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. ആ ക്യാമറ ട്രാപ്പിലേക്ക് സർക്കാരിനെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എത്തിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രതിപക്ഷം എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അക്കാര്യത്തിൽ രാഷ്ട്രീയമായി കൃത്യമായി മുതലെടുക്കാനും ഈ CPM-നെ കുറിച്ചുള്ളൊരു പൊതുബോധം ഉണ്ടല്ലോ, അക്രമകാരികളാണ് അല്ലെങ്കിൽ ഈ നിലയിൽ അടിച്ചമർത്തുന്നവരാണ് എന്നുള്ളൊരു പൊതുബോധം ഉണ്ടല്ലോ. ആ പൊതുബോധവുമായി ചേർന്നു പോകുന്നത് തന്നെയായിരുന്നു പിന്നീട് യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള സമരങ്ങളെല്ലാം തന്നെയും ആ സമരത്തിനിടയിൽ DYFIക്കാരുണ്ടാക്കിയിട്ടുള്ള സംഭവവികാസങ്ങളെല്ലാം തന്നെയും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ DYFI അനുഭവിച്ചോട്ടെ, അല്ലെങ്കിൽ CPM അനുഭവിച്ചോട്ടെ, അതിനൊന്നും ന്യായീകരിക്കാനൊന്നും വരുന്നില്ല. നേരത്തെ ഇപ്പോൾ സ്മൃതിയുടെ ചൂണ്ടിക്കാണിച്ച എന്താ പറയുക, ചെടിച്ചട്ടി എടുത്തടിക്കുക, ഇരുമ്പ് പൊടി എടുത്തടിക്കുക, ഹെൽമെറ്റ് വെച്ചടിക്കുക, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടാണല്ലോ. നമുക്ക് ആർക്കെങ്കിലും അത് CPM-നെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. പിണറായി വിജയൻ തന്നെ പറയുകയാണ്, ഞാൻ അത് കണ്ടിട്ടില്ല, മറ്റത് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന്. അപ്പോൾ ആ നിലയിൽ അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 7.5 വർഷക്കാലം ആദ്യത്തെ പിണറായി വിജയൻ സർക്കാരിൽ എന്താ സംഭവിച്ചത്? ഒരു പിണറായി വിജയൻ സർക്കാർ റിപ്പീറ്റ് ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്, വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ ചരിത്രത്തിൽ വളരെ അപൂർവമാണ് ഉണ്ണി. അതായത് ഒരു സർക്കാർ ഇപ്പോൾ 91 എന്ന് പറയുന്നത് കേരളത്തിൽ വലിയ ഭൂരിപക്ഷമാണ്. അത് പിന്നീട് 75 കുറഞ്ഞു വേണമെങ്കിൽ പിണറായി വിജയൻ രണ്ടാം സർക്കാരിന് അധികാരമേൽക്കാം. ഇതല്ല സംഭവിച്ചിട്ടുള്ളത്. ഇത് 91-ൽ നിന്ന് 99-ലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു സർക്കാരിന് നിലവിലുള്ളതിനേക്കാൾ വർദ്ധിതമായ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ചോദ്യം വരുമ്പോൾ ആ സർക്കാർ ജനങ്ങളുമായി ഇടപഴകി എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകി എന്നുള്ളതാണ്. വലിയ രീതിയിൽ വെൽഫെയർ സ്കീംസ് നടന്നിട്ടുണ്ട് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത്. അതിൻ്റെ പരിണിത ഫലമാണ് യഥാർത്ഥത്തിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ. നോക്കൂ, ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഈ സർക്കാരിനെ സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. കേന്ദ്ര സർക്കാർ അത് ചെയ്യുന്നു. ഇവിടെ സംസ്ഥാനത്താണെങ്കിൽ കേരളത്തിൽ പുതുതായി രൂപം കൊണ്ടിട്ടുള്ള ഒരു മാധ്യമ സംസ്കാരമുണ്ട്. അതായത് ഒരു സംഘപരിവാർ മാധ്യമ സംസ്കാരം. ആ മാധ്യമ സംസ്കാരത്തിന് ഇത് നല്ല പരവതാനിയാണ്. പിന്നീട് നമ്മൾ ഒരു മാസത്തെ റാൻഡമായിട്ടുള്ള റിപ്പോർട്ട് ഈ പറയുന്ന മാധ്യമങ്ങളുടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് എന്ത് ബുദ്ധിമുട്ടുകളാണോ ഉണ്ടാകുന്നത് ആ ബുദ്ധിമുട്ടുകൾ മാത്രമായി വേർതിരിച്ചെടുത്ത് റിപ്പോർട്ട് ചെയ്യുക. എന്തുകൊണ്ടുണ്ടായി എന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ആ നിലയിൽ ഒരു സർക്കാർ എങ്ങനെയാണോ വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ തിരിച്ചു വന്നത് അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൊളാബറേറ്റഡ് ആയിട്ടുള്ളൊരു എഫർട്ടാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഫുട്ടേജ് മാത്രം വെച്ച് ചർച്ച ചെയ്താൽ പോരാ, അതിനപ്പുറത്തേക്ക് പദ്ധതികളും ലക്ഷ്യങ്ങളും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു.